തിരുവനന്തപുരം നഗരത്തിൽ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായതോടെ വീണ്ടും കുടിവെള്ള വിതരണം നിലച്ചു. ഒരു പഞ്ചായത്തിലും കോർപ്പറേഷന്റെ 27-ാം വാർഡിലുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. നാളെ രാവിലെ വരെയാണ് ജലവിതരണം മുടങ്ങുക. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? എവിടെയൊക്കെയാണ് കുടിവെള്ളം മുടങ്ങുന്നത്? വിനിത, അരുവിക്കരയിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിന് നിലവിൽ ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ചോർച്ച കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ 27 വാർഡുകളിലും അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിലും പൂർണ്ണമായി ജലവിതരണം മുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. നാളെ രാവിലെ ഏതാണ്ട് ഒരു 10 മണിവരെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഈ ഉപഭോക്താക്കൾ നേരത്തെ തന്നെ നടത്തണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ എന്തായാലും ജലം വിതരണം മുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാളയം, കണ്ടമൂല, അതുപോലെ തന്നെ വഞ്ചൂർ, തമ്പാനൂർ, വഴുതക്കാട്, പേട്ട ഉൾപ്പെടെയുള്ള 27 വാർഡുകളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. അതുപോലെ തന്നെ അരുവിക്കര പഞ്ചായത്തിലും പൂർണ്ണമായി ജലവിതരണം മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വേണ്ട നടപടികൾ ഉപഭോക്താക്കൾ സ്വീകരിക്കണമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ വിനിത, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമാനമായ രീതിയിൽ ഈ പൈപ്പുകളിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് പല ദിവസങ്ങളിലും അറ്റകുറ്റപ്പണി നടന്നിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെയും നേരത്തെ ഒരു അറിയിപ്പ് നൽകുന്നു എന്നല്ലാതെ വേണ്ട ക്രമീകരണങ്ങൾ, മറ്റ് ക്രമീകരണങ്ങളൊന്നും, വെള്ളം എത്തിക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങളൊന്നും നാട്ടുകാരുടെ പരാതി ഏതായാലും നാളെ രാവിലെയോടെ പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.